ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, പ്രഭാഷകൻ 36:6 അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. മറ്റം പള്ളിയിലെ നമ്മൾ വനമാതാവിൻ്റെ കുന്നത്തെ പള്ളി എന്ന് പറയും. ആ പള്ളിയിലെ 4 മാസമായിട്ട് എല്ലാ 2 ശനിയാഴ്ചയും കാർമൽ റൂഹ മിനിസ്ട്രി സിസ്റ്ററും ടീമും അവിടെ ധ്യാനം നടത്തിയിരുന്നു. അവിടുത്തെ ഒരു പ്രത്യേകത, വലിയൊരു അത്ഭുതം ഇപ്പോൾ 136 വർഷമായിട്ട് അച്ഛൻ തന്നെ അത് ചാനലുകളിൽ ഷെയർ ചെയ്യുന്നുണ്ട്. വികാരി അച്ഛൻ ഇത്രയും വർഷങ്ങളായിട്ട് കിടന്ന ഒരു കാര്യം വിജയിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് അനുകൂലമായി വന്നതാണ് അത്ഭുതം. 136 വർഷം. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ചാവറ അച്ഛൻ്റെ പ്രത്യേകത ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ടത്, മാതാവിൻ്റെ പള്ളിക്ക് സമീപം ഒരു വലിയ ഹോള് പണിത് അതിൻ്റെ മധ്യത്തിലായിട്ട് യാതൊരു ആർഭാടവും ഇല്ലാത്ത ആ ഹോളിലെ മധ്യത്തിൽ പുഞ്ചിരിച്ചു നിൽക്കുന്ന പിതാവായ ദൈവം, തൊട്ടടുത്ത് പുത്രനായ ദൈവം, തൊട്ടടുത്ത് പരിശുദ്ധാത്മാവായ ദൈവം, പരിശുദ്ധ ത്രിത്വമേ എൻ്റെ പരമഭാഗ്യമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചുമര് മുഴുവനും, അൾത്താര പോലത്തെ ചുമര് മുഴുവനും അച്ഛൻ ഈ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. വിശേഷ രൂപം. ആദ്യ നാളെ തന്നെ അച്ഛൻ സിസ്റ്ററോടും ടീമിനോടും പറഞ്ഞത്, സിസ്റ്റർ, ആളുകൾ ജനം വന്നാലും വന്നില്ലെങ്കിലും കസേര നിറച്ചിട്ടിട്ട് ആ കസേരകളോട് ആ ഹോളിൽ ആദ്യമായിട്ട് സിസ്റ്റർ വചനം പ്രഘോഷിക്കണം. സിസ്റ്ററുടെ മാതാവിനെ അവിടെ കൊണ്ടുവന്ന് വെക്കണം. പക്ഷേ കസേര നിറച്ച് ജനമുണ്ടായിരുന്നു. കസേരയോടല്ല സിസ്റ്റർ സംസാരിച്ചത്. അത് തുടർന്ന് 2 ശനിയാഴ്ച തോറും ഞങ്ങളിങ്ങനെ ചെയ്തു വരികയായിരുന്നു. അവിടെ ഒരു അത്ഭുത കിണറുണ്ടായിരുന്നു. അത് ഇന്നും ഒരു വിവാദ വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. അവിടെയും സിസ്റ്റർ പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങൾ ആ പള്ളിക്ക് ചുറ്റും, ആ സ്ഥലം ചുറ്റും നടന്ന് മറ്റം ഇടവയുടെ എല്ലാ പ്രശ്നങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അച്ഛൻ അവിടെ പള്ളി പ്രസംഗത്തിൽ ഞായറാഴ്ച അനൗൺസ് ചെയ്തു, മാസത്തിൽ എല്ലാ 2 ശനിയാഴ്ചയും സിസ്റ്റർ കാർമൽ ടീമും വരുന്നതായിരിക്കുമെന്ന്. അച്ഛൻ എന്നോട് ചോദിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പിന്നീട് അവരുടെ സംഘാടകരാണ് സിസ്റ്ററിനോട് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇതൊന്നുമല്ല ഇവിടെ വിഷയം. ആദ്യം തന്നെ അവിടുത്തെ നീതിയും രാജ്യവും നീതിയും അച്ഛൻ അന്വേഷിച്ച് തുടങ്ങിയപ്പോൾ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് ജനവും അച്ഛനും കൊച്ചച്ഛനും അവിടെ ആരാധന തുടങ്ങിയപ്പോൾ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ കവിഞ്ഞൊഴുകുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അപ്പോൾ നിങ്ങൾക്ക് സർവ്വവും ലഭിക്കുമെന്ന്. അതിനൊരു ഉദാഹരണമാണ് മറ്റം കൊറോന പള്ളിയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന സർക്കാർ ഉത്തരവും 136 വർഷമായ ഈ വിഷയം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വീണ്ടും കൊടുക്കുകയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കട്ടെ. ആമീൻ.